മനുഷ്യജീവന് തന്നെ ഭീഷണിയായി മാറുന്ന കെട്ടിടങ്ങൾക്ക് സുരക്ഷയൊരുക്കേണ്ടത് ആരാണ്? കോഴിക്കോട് മിഠായി തെരുവിൽ തീപിടുത്തം നിയന്ത്രിക്കാൻ മാർഗങ്ങൾ ഒരുക്കിയെങ്കിലും അശാസ്ത്രീയമാണെന്നാണ് പരാതി. 1 മാസമായി വൈദ്യുതി തടസ്സം നേരിടുന്ന കടയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ടില്ല. നവീകരണം നടത്തിയ മിഠായി തെരുവിലെ പ്രശ്നങ്ങൾ വ്യാപാരികൾ ചൂണ്ടിക്കാണിച്ചെങ്കിലും കൈമലർത്തുകയാണ് KSEBയും കോർപ്പറേഷനും. വിവരങ്ങളുമായി ദീപക് മലയമ്മ ചേരുന്നു. ദീപക്, നമുക്കറിയാം മിഠായി തെരുവ് എന്ന് പറയുമ്പോൾ തന്നെ തീപിടുത്തങ്ങളുടെ ഒരു മാരത്തോൺ പല കാലങ്ങളിലായി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴും പഠിക്കുന്നില്ല എന്ന് വേണോ വ്യക്തമാക്കാൻ? ഈ KSEBയും കോർപ്പറേഷനുമൊക്കെ എന്താണ് പറയുന്നത്? തീപിടുത്തങ്ങൾക്ക് ശേഷവും അവിടെ എന്താണ് സംഭവിക്കുന്നത്? ജോഷ്നി, തീപിടുത്തത്തിന് ശേഷം ഇവിടെ മിഠായി തെരുവിൻ്റെ നവീകരണമൊക്കെ നടന്നു. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് നമുക്ക് കാണാം ടൈലൊക്കെ വിരിച്ച് വളരെ ഭംഗിയാക്കി കാര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും വ്യാപാരികളെ സംബന്ധിച്ച ആശങ്കകളും ബുദ്ധിമുട്ടുകളും ഒഴിയുന്നില്ല എന്നുള്ളതാണ്. ഞാൻ നിൽക്കുന്നത് മിഠായി തെരുവിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്താണ്. രാധാ തിയേറ്ററൊക്കെയുള്ള ആ ഒരു പ്രദേശത്താണ്. ഈ ഒരു കടയിലേക്ക് കൂടി കയറേണ്ടതുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഇവിടെ വെട്ടവും വെളിച്ചമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 1 മാസത്തിലധികമായി ഇവിടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ട സ്ഥിതിയാണ്. ചേട്ടാ, എന്തുകൊണ്ടാണ് ഇവിടെ കറണ്ട് ഇല്ലാത്തത്? അത് ഇവിടെ കോർപ്പറേഷൻ്റെ പറയുന്നത് അത് KSEB ആണല്ലോ നമുക്ക് അവർ കറണ്ട് തരുന്നത്. അപ്പം KSEBക്ക് പറയുന്നത് ഇപ്പോൾ അണ്ടർഗ്രൗണ്ട്, അതായത് UG കേബിൾ എന്ന് പറയും. ഇവിടെ നിന്ന് 45 മീറ്റർ കിട്ടുക കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാം മീറ്ററുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിലല്ല. അപ്പോൾ ഷോപ്പിൽ ഈ മീറ്റർ വരെ മാത്രമേ ഉള്ളൂ ഈ KSEBക്ക് അനുവാദമുള്ളൂ അവിടെ കറണ്ട് എത്തിക്കാനുള്ള. അവിടെ നിങ്ങോട്ട് കറണ്ട് എത്തിക്കേണ്ടത് പിന്നെ കോർപ്പറേഷൻ അതിനുള്ളതെന്നാണ് പറയുന്നത്. കോർപ്പറേഷൻ കളിക്കേണ്ട ഈ ഫുട്പാത്തുകളൊക്കെ പൊളിക്കണം ഇതിൻ്റെ കേബിൾ മാറ്റണമെങ്കിൽ. അപ്പം പറയുന്നത് കോർപ്പറേഷൻ പറയുന്നത് അത് കളക്ടറാണ്, TTPC ആണ്. ഇവർ പറയുന്നത് കോർപ്പറേഷനാണ്. കോർപ്പറേഷൻ പറയുന്നത് KSEB ആണ്. നമ്മളിപ്പം മിനിസ്റ്റർക്കും ഒക്കെ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം അത് നമ്മൾക്ക് അതായത് ഇന്ന് എനിക്ക് പറ്റും, നാളെ ഇവിടുത്തെ 700ഓളം കടകൾക്ക് ഇത് സംഭവിക്കാനുള്ള ചാൻസുകളുണ്ട്. റോഷ്നി, അത് ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ കടയിൽ വൈദ്യുതി താൽക്കാലികമായി മറ്റിടത്തു നിന്ന് ഒപ്പിച്ച് വെച്ചതാണ്. ഈ നിൽക്കുന്ന ടൈലുള്ള പ്രദേശത്തു കൂടിയാണ് UG കേബിൾ, അണ്ടർഗ്രൗണ്ട് കേബിളിംഗ് നേരത്തെ തന്നെ നടത്തിയിട്ടുള്ളത്. അതായത് ഇവിടേക്ക് വരുന്ന എല്ലാ കടകളിലേക്കുമുള്ള വൈദ്യുതി കണക്ഷൻ വരേണ്ടത് താഴെ ഭാഗത്തു കൂടിയാണ് എന്നർത്ഥം. പക്ഷേ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഷോർട്ട് സർക്യൂട്ടൊക്കെ ആണല്ലോ പലപ്പോഴും ഇവിടെ തീപിടുത്തത്തിനൊക്കെ കാരണമായിട്ടുള്ളത് അല്ലേ? പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ, അണ്ടർഗ്രൗണ്ട് കേബിളുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാൻ ഒരു സംവിധാനം ഇവിടെ ഇല്ല. ഒരു സംവിധാനമില്ല. കാരണം വെച്ചാൽ സാധാരണ വീട്ടിലുണ്ടല്ലോ 4 സെൻറ്റ് 5 സെൻറ്റിൽ വീടെടുക്കുന്ന ആ സ്ഥലങ്ങളിൽ നമ്മൾ എന്തിടും, മെയിനോളിടും. അതുപോലെ ഇട്ടില്ല. ജില്ലാ ഭരണകൂടം 6.5 കോടി മുടക്കിയിട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു സംവിധാനം ഇല്ലാതെ ആണ് ഇവർ ചെയ്തത്. എന്താ ഇതിന് പറയാം? KSEBിനെ ചോദിച്ചു, KSEB പറഞ്ഞു കോർപ്പറേഷൻ ചെയ്യണമെന്ന്. കോർപ്പറേഷൻ പറഞ്ഞു ഊരാളിങ്കൽ ചെയ്യണമെന്ന്. ഊരാളിങ്കലിൻ്റെ ആ റിപ്പോർട്ട് പിന്നെ ഇവരെ കോർപ്പറേഷൻ കൊടുത്തിട്ടില്ല. ഈ പാവപ്പെട്ട കച്ചവടക്കാരൻ്റെ പ്രയാസം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു തീപിടുത്തമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുന്നത്? കത്തന്നെ. ഇപ്പോൾ ഇന്നലെ കോയമ്പത്തൂരിൽ 45 പിന്നെ വീട് കത്തിയാൽ മാതിരി ഇത് കത്തന്നെ. അത് വേറെ നിവൃത്തി ഉണ്ടാവില്ല. വേറെ എന്ത് ചെയ്യാൻ നിങ്ങൾ എങ്ങനെ മെയിൻ ഓഫാക്കാം? ഞങ്ങൾ പറയുന്നത് വെച്ചാൽ മുമ്പ് എങ്ങനെയായിരുന്നോ മീറ്റർ ഞങ്ങൾ ഷോപ്പിൽ വെച്ച് അതേമാതിരി ഷോപ്പിൽ മീറ്റർ വേണം. മീറ്റർ വരെ KSEB കറണ്ട് എത്തിക്കും. പിന്നെ ഞങ്ങൾ നോക്കിക്കോളുമല്ലോ. നമ്മളാവുന്ന പണി ചെയ്താൽ മതി. ഈ അധികാരികൾ ആവാത്ത പണി ചെയ്തിട്ട് എന്തിനാണ് എല്ലാവരും ബുദ്ധിമുട്ടിക്കണത്? ഞങ്ങളെ തീരുമാനം അതാ. ഞങ്ങളിതൊരു പ്രക്ഷോഭത്തിനൊന്നും പോകാത്ത എന്താ വെച്ചാൽ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രക്ഷോഭമല്ല, നമ്മൾ കച്ചവടം ചെയ്യില്ല. ഒരു ദിവസം 3000 രൂപേൻ്റെ പെട്രോൾ വേണം, 1200 രൂപ പിന്നെ ജനറേറ്റർ ചാർജും, 4200 രൂപ കൊടുത്തിട്ടാണ് ഇവിടെ ഇതിപ്പം കറണ്ട് നിലനിൽക്കുന്നത്. എന്താ ഇതിൻ്റെ അവസ്ഥ എന്താ മനസ്സിലാക്കണം. ഇവരോട് പറഞ്ഞിട്ടൊന്നും ഇവർക്ക് മറ്റുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ്. ഇങ്ങനെയുള്ള ഇത് വലിയൊരു ഇഷ്യൂ ആണ്. മന്തിൽ 35,000 40,000 ബില്ലടിക്കേണ്ട ഒരു പീഡിയക്കാരൻ. 700 പീഡിയക്കാരൻ കോടികളാണ് ഈ മേഖലയിൽ നിന്നും KSEBിലേക്ക് വരുന്നത്. അതായത് ഇനിയിപ്പോൾ ഒരു പരിഹാരം, അതായത് നമ്മൾ നേരത്തെയൊക്കെ പല വിധത്തിൽ കെട്ടിടങ്ങളുടെ സുരക്ഷയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ സുരക്ഷിതമാക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന പദ്ധതിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കുറച്ചുകൂടി കാഴ്ചയ്ക്ക് ഭംഗി, ഒപ്പം തന്നെ ആളുകൾക്ക് സൗകര്യം എന്നുള്ളതാണ് കണ്ടത്. ഈ അണ്ടർഗ്രൗണ്ട് കേബിൾ ഇതിന് താഴ്ഭാഗത്തുകൂടി പോകുമ്പോൾ അതൊന്ന് നന്നാക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാളെ ഒരു വലിയൊരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊന്ന് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ടൈലൊക്കെ ഇളക്കി മാറ്റണമെന്നുള്ളതാണ്. അത് ഇളക്കി മാറ്റണമെങ്കിൽ KSEB പറയുന്നത് ഞങ്ങളുടെ ജോലിയല്ല, മറിച്ച് കോർപ്പറേഷനോട് പറയുമ്പോൾ അതങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് മറുപടിയായി നൽകുന്നത്. നമ്മുടെ സംവിധാനങ്ങൾ ഇത്തരത്തിൽ വിപുലീകരിക്കേണ്ടത്, അത് നവീകരിക്കേണ്ടതൊക്കെ അനിവാര്യതയാണ്. പക്ഷേ മിഠായി തെരുവ് പോലെ ഇത്ര കണ്ട് ജനങ്ങൾ എത്തുന്ന പ്രദേശത്ത്, ഇത്ര കണ്ട് കടകളുള്ള മേഖലയിൽ ഈ നിലയ്ക്കാണോ ഇടപെടൽ ഉണ്ടാകേണ്ടത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും വ്യാപാരികൾ ഉയർത്തുന്നത്. ഇവിടുന്ന് ഈ കടകൾ ഏതാണ്ട് എത്ര കടകളിലേക്ക് പോകുന്നത്? ഇത് മൊത്തം ഇവിടുന്ന് ഒരു 700 കടകളുണ്ട്. 700 കടകൾ. ഈ 700 കടകളുടെയും മീറ്റർ വരുന്ന ആ ഭാഗത്താണ്. അതിൽ കുറച്ച് പല ഭാഗത്തുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു 16-17 ഷോപ്പിൻ്റെ മീറ്റർ ഉണ്ട്. കുറച്ച് അങ്ങോട്ട് പോയാൽ അതേപോലെ ഓരോ
20 അങ്ങനെ. ആർക്കും ഇപ്പോൾ ഇതുപോലെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പരിഹരിക്കാൻ മാർഗ്ഗമില്ല. ഇല്ല. ഇപ്പോൾ നാളെ എനിക്കും സംഭവിക്കും. എൻ്റെ ഷോപ്പ് തൊട്ടപ്പുറത്താണ്. ഇവിടെ നിന്ന് 3 ഷോപ്പ് അപ്പുറത്താണ് എൻ്റെ ഷോപ്പ് ഉള്ളത്. അപ്പോൾ എനിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ മാസം കൊടുക്കുന്ന 50,000 60 ഒരു 40 അടുത്ത് എന്തായാലും കറണ്ട് ബില്ല് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ ഇരട്ടി ചിലവാകും. ഇതാണ് റോഷി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മിഠായി തെരുവിനെ സംബന്ധിച്ച പല വിധത്തിൽ ഉള്ള സംവിധാനങ്ങൾ നേരത്തെ തീപിടുത്തം നിയന്ത്രിക്കുന്നതിനും അത് നേരിടുന്നതിനും വേണ്ടിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായി സൗന്ദര്യവൽക്കരണത്തിൻ്റെ കൂടി ഭാഗമായാണ് ഇത്തരത്തിൽ ഇലക്ട്രിക്കൽ ലൈനുകൾ UG കേബിളാക്കി മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. അതിപ്പോൾ ഒരു വലിയ വെല്ലുവിളിയായി വ്യാപാരികൾക്ക് തന്നെ മാറിയിരിക്കുന്നു എന്നുള്ള സാഹചര്യമാണ് മിഠായി തെരുവിൽ നിന്ന് നമുക്ക് പങ്കുവയ്ക്കാനും കഴിയുന്നത്. എന്തൊരു കഷ്ടമാണിത്. നമുക്കറിയാം തുടർച്ചയായി തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു ഇടമാണ് മിഠായി തെരുവ്. ആ മിഠായി തെരുവിൽ നവീകരണം നടന്നപ്പോഴും ഇത്തരത്തിൽ തീപിടുത്തങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ, അത്തരത്തിലുള്ള പദ്ധതികളൊന്നും അവിടെ കാര്യമായി ചെയ്തില്ല എന്ന് വ്യാപാരികൾ പറയുകയാണ്.